മുസ്ലിമീങ്ങൾ എത്രമാത്രം ദരിദ്രരുണ്ട്. ആ പള്ളി നിർമ്മാണത്തിന് മുസ്ലിമീങ്ങളെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. ഇവിടെ അതിന് ജേക്കബ്, തോമസ്, രാമന്, രാജന് സർവരുടെയും സഹകരണത്തോടുകൂടെ, ഒത്തൊരുമയോടുകൂടെ ഇങ്ങനെ കേരളത്തിന്റെ പാരമ്പര്യം അത് വീട്ടില് കല്യാണങ്ങൾ, സൽക്കാരങ്ങൾ, സ്കൂളിൽ പഠിക്കുന്ന കാലങ്ങൾ, കോളേജിൽ പഠിക്കുന്ന കാലങ്ങൾ, ഏതു മേഖലയിൽ ഇന്നും ഞാൻ ആലോചിക്കുകയാണ്. മഅദിൽ ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സ്റ്റാഫാണ് പ്രിയപ്പെട്ട മിനിയാന്ന് മരണപ്പെട്ട മുഹമ്മദ് മാസ്റ്റർ. അവരുടെ ഖബറിനെ പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. മരിച്ച വാർത്ത അറിഞ്ഞപ്പോൾ നിലമ്പൂരിൽ നിന്ന് ജയലക്ഷ്മി ടീച്ചർ വീട്ടിലേക്ക് കയറി വരുന്നത്, റിട്ടയർഡായി ഏകദേശം 85 വയസ്സായി, നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇക്കാലം അത്ര വീട്ടിലേക്ക് വന്നിട്ടില്ല, വീട് വഴിയറിയില്ല. പത്രത്തിൽ ആ വാർത്ത കേട്ടപ്പോൾ ആ ജയലക്ഷ്മി ടീച്ചർ വന്നുകൊണ്ട് വീട്ടിൽ കരഞ്ഞ കരച്ചിലുകൾ, പ്രകടിപ്പിച്ച ദുഃഖങ്ങൾ, ഇങ്ങനെ സർവരുടെ കൂട്ടായ്മ. ഞങ്ങളുടെ നാട്ടിൽ എല്ലാ വർഷവും വാവുത്സവം നടക്കാറുണ്ട്. ദീപാവലിയുടെ പിറ്റേന്നാണ് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ പരമ്പരാഗതമായി റാത്തീബ് നടക്കാറുണ്ട്, റബീഉൽ ആഖിർ 3-ാമത്തെ വെള്ളിയാഴ്ച. എന്നാൽ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് അവർ ഒരു പാരിതോഷികം അവിടെ റാത്തീബിന് എത്തിക്കാറുണ്ട്. അത് പണ്ടുകാലം തൊട്ടേ തുടർന്ന് നടന്നു വരുന്നതാണ്. ഇങ്ങനെ ശബരിമലയിലേക്ക് ചെന്നാൽ ഹൈന്ദവ സഹോദരങ്ങളൊക്കെ ശബരിമലയിലേക്ക് പോകുമ്പോൾ വാവർ വലിയുള്ളാഹിയുടെ സമീപത്ത് ആർക്കും അത് ഇപ്പോൾ അതും വിവാദമാക്കുന്നു എന്നത് വളരെ വേദനാജനകമാണ്. കാലമത്രയും ഇങ്ങനെ ഏതേതു മേഖലകളിലും സർവരുടെയും ഒത്തൊരുമയും കൂട്ടായ്മയും സൗഹാർദ്ദവും, അതാണ് രാജ്യത്തിന്റെ വളർച്ച, അതാണ് രാജ്യത്തിന്റെ കൂട്ടായ്മ എന്നുണർത്തി നമുക്ക് നമ്മുടെ രാജ്യത്തിന് ഒത്തൊരുമയും. ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ച സൂറത്ത് ഖുർആനുൽ അസീമിലെ ഫുർഖാനിലെ ഏറ്റവും അവസാനത്തെ സൂറത്താണ്. ആ സൂറത്തിന്റെ പേര് തന്നെ അന്നാസ് എന്നാണ്. ആ സൂറത്തിന്റെ അവസാനത്തെ പദം, ഖുർആന്റെ അവസാനത്തെ വേർഡ് മിനൽ ജിന്നതി വന്നാസ് എന്നാണ്. ഈ സൂറത്തിൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശദ്ദിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. 5 തവണയാണ് അന്നാസ് എന്ന പദം പറയുന്നത്. എന്താണ് നാസ് എന്ന് പറഞ്ഞ അർത്ഥം? മാനവികത, മനുഷ്യത്വം, മനുഷ്യത്തെ സംരക്ഷിക്കാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായിരുന്നില്ലേ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഏറ്റവും വലിയ ശത്രു ജൂതന്മാരായിരുന്നു. എന്നാൽ ഒരു ജൂതൻ മരിച്ച് ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് സ്വഹാബാക്കൾ ചിലർ എഴുന്നേറ്റ് നിന്നപ്പോൾ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നപ്പോൾ ചിലർ പറഞ്ഞു, അത് മുസ്ലിം അല്ല, അത് ജൂതനാണ്, നമ്മുടെ കഠിന വിരോധിയാണ്, കൊടും ശത്രുവാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് അതൊരു മനുഷ്യനല്ലേ എന്നായിരുന്നില്ലേ ചോദിച്ചത്? ആ മാനുഷിക പരിഗണന നിങ്ങൾ നൽകണ്ടേ എന്നല്ലേ? ഇന്നും മയ്യത്ത് കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണമെന്നതിന് മഹാനായ അല്ലാമ ശർവാനി തങ്ങൾ, ഇബ്നു ഖാസിം റളിയല്ലാഹു അൻഹു എല്ലാം ഫുഖഹാക്കളെല്ലാം ഉദ്ധരിച്ചത് ഈ ഹദീസല്ലേ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നത് ആരിൽ ഒരാൾ ജൂതനായിരുന്നില്ലേ?
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയത്ത് അവിടുത്തെ അങ്കി ജൂതന്റെ കയ്യിൽ പണയം വെച്ചില്ല. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെയും അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും സയ്യിദുനാ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെയും മുആവിയ റളിയല്ലാഹുവിന്റെ കാലത്തെല്ലാം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ഖാദി ശുറൈഹ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരു കേസ് വന്നു. വാദിയും പ്രതിയും ആരാണെന്നറിയാം. വാദി അക്കാലത്ത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഹെഡായ അമീറുൽ മുഅ്മിനീൻ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. പ്രതി ജൂതനാണ്. ഉമർ ഖത്താബ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വാദിച്ചു, എന്റെ അങ്കി കളവ് പോയിട്ടുണ്ട്, കട്ടത് ഈ ജൂതനാണ്, ജൂതന്റെ കയ്യിൽ അതുണ്ട്, അതെനിക്ക് തിരിച്ചു തരണം. ആരാണ് വാദി, ആരാണ് പ്രതി, ആരാണ് തീരുമാനിക്കുന്നത്? ഖാദി ശുറൈഹ് റളിയല്ലാഹു അൻഹുവിനെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിച്ചത് മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ നിയമിക്കുന്നത്. ഖാദി ശുറൈഹ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് തെളിവ്? നിങ്ങളുടെ സാക്ഷികൾ ആരാണ്? മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു സാക്ഷികളായി കൊടുക്കുന്നത് സയ്യിദാ ശബാബി അഹ്ലുൽ ജന്ന, സ്വർഗീയ യുവാക്കളുടെ അധ്യക്ഷരെന്ന് സർവരാലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ സ്നേഹിച്ച പേരമക്കൾ, രണ്ടു പ്രഗൽഭരായ, ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത, ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയുമെന്ന് യാതൊരു സംശയമില്ലാത്ത സയ്യിദുനാ ഹസൻ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഖാദി ശുറൈഹ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അത് നിങ്ങളുടെ മക്കളല്ലേ? ഇസ്ലാമിന്റെ തത്വം മക്കൾ സാക്ഷിക്ക് പറ്റില്ല എന്നല്ലേ? മക്കൾ വാപ്പക്ക് സാക്ഷി അനുകൂലമായി പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നല്ലേ? നിങ്ങൾക്ക് വേറെ ആരെങ്കിലും സാക്ഷികളുണ്ടോ? അമീറുൽ മുഅ്മിനീൻ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് വേറെ സാക്ഷികളില്ല. ഈ വിധിക്കുന്ന സമയത്ത് ഖാദി ശുറൈഹ് റളിയല്ലാഹു അൻഹു അറിയാം അമീറുൽ മുഅ്മിനീൻ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കളവ് പറയില്ല എന്ന്, സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു കളവ് പറയില്ല എന്ന്, സയ്യിദുനാ ഹസൻ റളിയല്ലാഹു അൻഹു കളവ് പറയില്ല എന്ന്. പക്ഷേ ഇസ്ലാമിന്റെ നിയമപ്രകാരം വസ്തുനിഷ്ഠമായി കോടതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടണം. ആ ബോധ്യപ്പെടുത്താൻ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു സാധിച്ചില്ല. അങ്ങനെ ഉടനെ ഖാദി ശുറൈഹ് റളിയല്ലാഹു തആല തങ്ങൾ തെളിവില്ലാതെ പ്രതിക്ക് അനുകൂലമായി ആ അങ്കി ജൂതന്റേതാണെന്ന് വിധിച്ചില്ലേ? അത് കഴിഞ്ഞ് അന്ന് തന്നെ ആ ജൂതൻ വന്നുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഇതെന്തൊരു മതമാണ്, തീർത്തും ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു എനിക്കിവിടെ നീതി ലഭിക്കില്ല എന്ന്. കാരണം ഇത് ഇസ്ലാമിക രാജ്യമാണ്, ഇത് ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ്, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഹെഡാണ്. ഇവിടെ സാക്ഷി നിൽക്കുന്നവര് 100% ഞാനത് കട്ടതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ എന്നിട്ടും എനിക്ക് അനുകൂലമായി വിധി വന്നെങ്കിൽ ഇവിടെയാണ് സൗഹാർദ്ദം, നീതിയുടെ പക്ഷത്ത് ആരോടും. ഈ പാരമ്പര്യമാണ് ഇക്കാലമത്രയും എന്നല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് എന്തെല്ലാം പീഡനങ്ങൾ, എന്തെല്ലാം മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നു. ബദറും മുഹ്ദും ഖന്തഖും ഹുനൈനും. ഇതൊന്നും ഇപ്പോൾ പറയാൻ സമയം അനുവദിക്കാത്തത് കൊണ്ടാണ്. ഇത് പറയുമ്പോൾ സ്വാഭാവികമായി സംശയിച്ചേക്കാം, ഇസ്ലാമിൽ തീവ്രവാദമില്ല, ഭീകരവാദമില്ലെന്ന് പറഞ്ഞു. എത്ര യുദ്ധങ്ങളാണ് ഇസ്ലാമിൽ നടന്നത്? ഇത് പറയുന്നവരോട് സാന്ദർഭികമായി ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, ഇസ്ലാമിൽ ഈ നടന്ന യുദ്ധങ്ങൾ മുഴുവനും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് 55 വയസ്സുവരെയും ഒരൊറ്റ യുദ്ധത്തിനും അനുവദിച്ചിട്ടില്ല. എല്ലാ മർദ്ദനങ്ങളും പീഡനങ്ങളും പൂമാല പോലെ ഏറ്റുവാങ്ങുകയല്ലാതെ നാടും വീടും കുടുംബവും ഒഴിവാക്കി എല്ലാം സഹിച്ചു മദീനയിൽ വന്നു. അവിടെയും സ്വസ്ഥമായി താമസിക്കാൻ അനുവദിക്കാതിരുന്നപ്പോൾ പ്രതിരോധത്തിന് വേണ്ടി
അടർക്കിളത്തിൽ സമരത്തിൽ ഇറങ്ങേണ്ടി വന്നു. ആ സമരത്തിൽ മുഴുവനും മരിച്ചവരെണ്ണം പരിശോധിച്ചാൽ 1018 പേരല്ലേ. അതിൽ മുസ്ലിം പക്ഷത്ത് നിന്ന് 259 പേരും ശത്രുപക്ഷത്ത് നിന്ന് 759 പേരും. ഇത് ചെറുതാണോ ഇല്ലെന്ന് മനസ്സിലാക്കാൻ രണ്ടാം ലോകമഹായുദ്ധത്തിൽ മരിച്ചവരുടെ എണ്ണം എത്രയാണ്? രണ്ടാം ലോകമഹായുദ്ധത്തിൽ മരിച്ചവര് 70 മില്യൺ അല്ലേ? 7 കോടി ജനങ്ങളല്ലേ മരിച്ചത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ? ഈ 70 മില്യന്റെ എത്ര ശതമാനാണ് 1018 എന്നത്? 0.0000 അല്ലേ? മാത്രല്ല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നടന്ന മുഴുവൻ സമരങ്ങളിലും ഒരൊറ്റ സ്ത്രീക്ക് പരിക്ക് പറ്റിയിട്ടില്ല, ഒരൊറ്റ കുട്ടിക്ക് എന്തെങ്കിലും മുറിവേറ്റിട്ടില്ല, ഒരു പക്ഷിക്ക് അല്ലെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഒക്കെ സംഭവിച്ചത് ഇനി ഖിയാമത്ത് നാൾ വരെ അവിടെ പിറക്കുന്ന മക്കൾക്ക് മാത്രല്ല. രണ്ടാം ലോകമഹായുദ്ധത്തിൽ 22 മില്യൺ മാത്രമല്ലേ മിലിറ്ററിയുള്ളൂ. 2,20,00,000 കഴിഞ്ഞാൽ 4,80,00,000 നിരപരാധികളായിരുന്നു. ഇന്നും യൂറോപ്പ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, യൂറോപ്പിന്റെ വിവിധ രാജ്യങ്ങൾ ചെല്ലുമ്പോൾ ഇത് നേരിട്ട് അനുഭവിച്ച് കണ്ടാണ് പോപ്പുലേഷന്റെ കുറവ്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ മരിച്ചു വീണവരല്ലേ. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഏതോ ആവട്ടെ, എല്ലാറ്റിനും പകരം വീട്ടാൻ പൂരപ്പറമ്പില് അവസാനം ഒരു കലാശക്കൊട്ട് നടക്കാറുണ്ട്. എലക്ഷൻ നടക്കുമ്പോൾ എലക്ഷന്റെ അവസാന നിമിഷത്തിൽ പ്രചരണത്തിന്റെ ഒരു അവസാനത്തിൽ കലാശക്കൊട്ട്. എന്താണ് അവിടെ കാട്ടിക്കൂടെ? എന്തൊക്കെ ചെയ്യാനൊന്നും ഇല്ലാത്തതില്ല, എല്ലാം അങ്ങ് വാരി തീർക്കുക. ഈ കലാശക്കൊട്ട് നടത്തുന്ന സമയമായിരുന്നില്ലേ ആമുൽ ഫത്ഹ് എന്ന് പറയുന്നത്? മക്ക അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീഴിൽ അധീനതയിൽ വരുമ്പോൾ അതിന് ഖസ്വ എന്ന് പറയാൻ പാടില്ല എന്നല്ലേ ചരിത്രകാരന്മാർ മുഴുവനും എഴുതിയത്. അബൂ സുഫിയാനും സുഹൈലും മക്കയുള്ള ശത്രുപക്ഷത്തെ നേതാക്കളെല്ലാം ഉറപ്പിച്ചതല്ലേ, ഞങ്ങൾ ഇഞ്ചിഞ്ചായി വെട്ടിനുറുക്കലായിരിക്കും ആദ്യത്തെ തീരുമാനം. ഞങ്ങൾ അത്രമാത്രം ഉപദ്രവിച്ചവരാണല്ലോ. ഞങ്ങൾ ഖുബൈബ് റളിയല്ലാഹുവിനെ കൊന്നത്, സയ്യിദ് റളിയല്ലാഹുവിനെ കൊന്നത്, അമ്മാർ റളിയല്ലാഹുവിനെ കൊന്നത്, ഞങ്ങൾ ബിലാൽ റളിയല്ലാഹു ഉപദ്രവിച്ചത്, സുമയ്യ റളിയല്ലാഹു അൻഹയെ കൊന്നത്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾപ്പെടെ 70ഓളം സഹാബിമാരെ ഉഹദിൽ വെച്ച് ഞങ്ങൾ കൊന്നത്. ഞങ്ങൾ എന്തെല്ലാം പീഡനങ്ങളാണ് ചെയ്തത്. ഞങ്ങളുടെ നെഞ്ചത്തല്ലേ ഇതാ മുസ്ലിം പക്ഷം കയറിയിരിക്കാനിരിക്കുന്നത്. ഞങ്ങളൊക്കെ ഇഞ്ചിഞ്ചായി കൊല്ലും. എല്ലാ ശക്തിയുമുണ്ട്, സൈന്യമുണ്ട്, സ്വാധീനമുണ്ട്, ആയുധമുണ്ട്, പവറുണ്ട്, തിരിച്ചു ചോദിക്കാൻ ആരും ഇല്ല. ഈ ഘട്ടത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനം എന്തായിരുന്നു? ആ പ്രഖ്യാപനം, അൻതും തുലഖാ ലാ തദ്ദീബ അലൈക്കുമുൽ യൗം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ആരോടും പ്രതികാരം ചെയ്യാനില്ല, ഞാൻ ഒരാളെയും ഉപദ്രവിക്കാനില്ല. എന്നെന്ത് ചെയ്തവർക്കും ഞാനെല്ലാം വിട്ടുപാപ്പാക്കി തന്നു. നിങ്ങളെല്ലാം ഞാൻ തീർത്തും ഞാൻ മോചിതരാക്കി എന്നായിരുന്നില്ലേ പ്രഖ്യാപനം? കഴിഞ്ഞില്ല. ബദ്റിലും ഉഹദിനും ശത്രു സൈന്യാധിപരായി നേതൃത്വം വഹിച്ചിരുന്ന അബൂ സുഫിയാൻ അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. എങ്ങനെയാണ് ഇസ്ലാം ഇവിടെ പ്രചരിച്ചത്? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. കൂട്ടം കൂട്ടമായി ആമുൽ വുഫൂദ്, ആ വർഷത്തിന് പേര് തന്നെ മാറി നിന്നവരൊക്കെ ഇസ്ലാമിലേക്ക് കൂട്ടമായി വന്നത് ഹുദൈബിയും ആമുൽ ഫത്ഹുമായിരുന്നില്ലേ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗഹാർദ്ദമായിരുന്നില്ലേ? വിട്ടുവീഴ്ച മനോഭാവമായിരുന്നില്ലേ? മാത്രമല്ല അല്ലാഹു റസൂൽ പ്രഖ്യാപിച്ചില്ലേ, മൻ ദഖല ദാറ അബീ സുഫിയാൻ ഫഹുവ ആമിൻ.
അബൂ സുഫിയാൻ എന്ന് മാത്രമല്ല, ആർക്കെല്ലാം അബൂ സുഫിയാൻ അഭയം നൽകുന്നു അവർക്കും ഞാൻ ഇത് അഭയം നൽകിയിരിക്കുന്നു. ഞാൻ ആരോടും പ്രതികരിക്കില്ല. ഇത് കേൾക്കുമ്പോ പിന്നെ നോക്കി നിൽക്കാൻ കഴിയുമോ? ഇവിടെയാണ് എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്. ഓരോ വിഭാഗത്തിനും അവരുടേതായ ആദർശങ്ങളുണ്ടാകും, അവരുടേതായ ആശയങ്ങളുണ്ടാകും, അവരുടേതായ വേഷങ്ങളുണ്ടാവും, അവരുടേതായ ഭക്ഷണ രീതികളുണ്ടാകും, അവരുടേതായ ശൈലികളുണ്ടാകും, അവരവരുടെ നാടുകളുണ്ടാവും, അവരവരുടെ ഉമ്മയുണ്ടാകും, അവരുടെ ഉപ്പയുണ്ടാകും. എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും നിങ്ങൾക്കതൊന്നുമല്ലെങ്കിലും എനിക്കത് വലുതാണ്. എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും നിങ്ങൾക്കാരുമല്ലെങ്കിലും എനിക്കെൻ്റെ ഭാര്യയും മക്കളെയും ഒഴിവാക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ മക്കളെയും എൻ്റെ ഭാര്യമാരെയും, ഞാൻ എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും എൻ്റെ കുടുംബത്തെയും ഞാൻ സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. എന്ന പോലെ എനിക്ക് കുടുംബ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരോട്, മക്കളോട്, നിങ്ങളുടെ കുടുംബത്തെ ഞാൻ ആദരിക്കണം. നിങ്ങളുടെ കുടുംബത്തിന് ഞാൻ എന്തെങ്കിലും വിരൽ ചൂണ്ടുമ്പോൾ എൻ്റെ കുടുംബത്തോട് വിരൽ ചൂണ്ടിയാലുള്ള വേദന എന്താണ്? അവർക്കുള്ള വിഷാദവും പ്രസാദവും എനിക്കുണ്ട്, അവർക്കുള്ള സ്നേഹവും അവർക്കുള്ള ദുഃഖവും എനിക്കുണ്ട്, അവർക്കുള്ള വിശപ്പും അവർക്കുള്ള ദുഃഖവും സന്തോഷവും എനിക്കുണ്ട്. എല്ലാവരുടേതും വകവെച്ചു കൊടുത്തുകൊണ്ട് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്ന നമ്മുടെ ഈ മഹത്തായ ഭാരതത്തിന്റെ രാജ്യത്തിന്റെ മൗലിക തത്വങ്ങളിൽ അതിപ്രധാനമായ നാനാത്വത്തിൽ ഏകത്വം എന്നത് അത് എല്ലാറ്റിലും നമ്മുടെ രാജ്യത്ത് പുലർത്തണം. അതിന് വിപരീതമായി ആരെയും വിശ്വാസങ്ങളോ ആദർശങ്ങളോ ആശയങ്ങളോ വേഷങ്ങളോ സ്വഭാവങ്ങളോ രീതികളോ ക്രൂശിക്കപ്പെടുന്നതോ വേദനിപ്പിക്കപ്പെടുന്നതോ പാടില്ല. ഖുർആൻ സൂറത്തുൽ അൻആമിൽ വളരെ പ്രധാനമായി പറഞ്ഞില്ലേ, വലാ തുസുബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹ്. അനേക മതസ്ഥർ ഇവിടെയുണ്ട്. ആ മതസ്ഥർ ആരാധിക്കുന്ന ദൈവവസ്തുക്കളെ, ദൈവങ്ങളെ നിങ്ങൾ ഒരിക്കലും ചീത്ത വിളിച്ചു പോവരുത്. ഖുർആന്റെ താക്കീതല്ലേ. മഹാനായ ഇമാം റാസി റളിയല്ലാഹു തആല തങ്ങൾ അതിന് 7 കാരണങ്ങൾ പറഞ്ഞു. സമയം ഞാൻ അനുവദിക്കാത്തത് കൊണ്ടാണ്. ഇവിടെയാണ് മുസ്ലിമീങ്ങൾ ജാമിയ മർകസ് തഖാഫത്ത് സുന്നിയക്ക് നേതൃത്വം നൽകുന്ന മഹാനായ ആഗോളതലത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ശബ്ദമെത്തിക്കുന്ന സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് എന്ന് പ്രസംഗിക്കാൻ തുടങ്ങി അന്ന് തൊട്ട് വർഗീയതയും വിഭാഗ്യതയും തീവ്രവാദവും എതിർക്കാത്ത ഏതെങ്കിലും ഒരു പ്രസംഗം ആർക്കെങ്കിലും കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? റമദാൻ 27-ാം രാവ് ഏറ്റവും ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഏറ്റവും മുസൽമാന്റെ പതിപ്രധാനമായ രാവ് സ്വലാത്തു നഗറിൽ വർഗീയതക്കെതിരെ തീവ്രവാദത്തിനെതിരെ പ്രതിജ്ഞ നടക്കുന്നത് നമ്മുടെ നേതൃത്വം. അതുകൊണ്ട് തന്നെയാണ് SSF എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം കേരളത്തിലുടനീളം വിദ്യാർത്ഥികൾക്ക് ധാർമ്മിക ബോധം നൽകി, പഠനത്തിൽ എല്ലാ പ്രോത്സാഹനവും നൽകി, അവരെ രാജ്യത്തിന്റെ കാവൽ ഭടന്മാരായി മുന്നണി പോരാളികളാക്കി രാജ്യത്തിന് സർവസ്വം നൽകി വളർത്തിയെടുക്കുമ്പോൾ അവർക്ക് സൗഹാർദ്ദം ചെറുപ്പത്തിലെ ശീലിപ്പിക്കുക, ആ സന്ദേശം എല്ലാവരിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഈ മാനവ സംഗമം നടത്തുന്നത്. എല്ലാവരും ഇതിൽ കൂട്ടായ്മ ഈ പ്രസ്ഥാനത്തെ വളർത്തുന്നത്, ഈ പ്രസ്ഥാനത്തിന് നിങ്ങൾ ചെയ്യുന്ന സഹായങ്ങൾ അത് രാജ്യത്തോട് കാണിക്കുന്ന കൂറാണ്, അവരോടുള്ള സ്നേഹമാണ് എന്നുണർത്തി നമുക്ക് ധാരാളം ആളുകൾ നമ്മോട് വിട പറഞ്ഞവരുണ്ട്. താജുൽ ഉലമ, നൂറുൽ ഉലമ, ജ്യേഷ്ഠ സഹോദരൻ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ, അടുത്ത് നമ്മോട് വിട പറഞ്ഞ ബേപ്പൂർ കാളി, അതുപോലെ തന്നെ പൂളപ്പൂയിൽ അബ്ദു ഹാജിയുടെ പിതാവ് ഇന്നു മരണപ്പെട്ട ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്, PP ഉസ്താദ്, പ്രത്യേകിച്ച് ജിഫ്രി സാദാത്തുക്കൾ, കേരളത്തിന് സർവർക്കും ആശ്വാസം നൽകിയ സാദാത്തുക്കളാണല്ലോ. കോഴിക്കോട് നൂറ്റാണ്ടുകൾ മഹാനായ സയ്യിദ് ഫളൽ ജിഫ്രി തങ്ങൾ,
അതുപോലെ തന്നെ മജീദ് മുസ്ലിയാരുടെ ഉമ്മ തുടങ്ങി പലവരും ഈ ലോകത്തോട് വിട പറഞ്ഞു. പ്രത്യേകിച്ച് യൂസുഫ് സഖാഫി, ജുബൈർ ഫാദിലി, ഹൈദർ അലി സഖാഫി, അഷഫ് സഖാഫി, അബ്ദുൽ ഹമീദ് ബാക്കവി തുടങ്ങിയ യുവ പണ്ഡിതന്മാർ ഈ ഒരു മാസത്തിനുള്ളിൽ നമ്മോട് വിട പറഞ്ഞു. റബ്ബേ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. സയ്യിദ് ഫضل പൂക്കായ തങ്ങൾ, സയ്യിദ് ഫضل ജമൽ തങ്ങൾ, സയ്യിദ് താഹിറുൽ അഹ്ദൽ തങ്ങൾ, TSK ബുഖാരി തങ്ങൾ, പയ്യനാട് തങ്ങൾ, അവഹരത്തെ സയ്യിദ് അബ്ദുൽ ഖാദർ അഹ്ദൽ തങ്ങൾ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സയ്യിദ് റവി ബാഫക്കി തങ്ങളുടെ ഭാര്യ, അവർ രണ്ട് അളാമമാര്, അങ്ങനെ പലവരും അടുത്ത കാലത്തായി നമ്മോട് വിട പറഞ്ഞു. റബ്ബേ അവരുടെ ഖബറുകളെല്ലാം നീ സ്വർഗമാക്കണേ അല്ലാഹ്. രോഗബാധിതരായി കഴിയുന്ന പ്രാസ്ഥാനിക രംഗത്ത് ചെറുപ്പകാലം തൊട്ടേ 16കാരന്റെ ചുറുചുറുക്കോടെ ഇനി 70 കഴിഞ്ഞിട്ടും ഇന്നും പ്രവർത്തിക്കുന്ന വില്യാപ്പള്ളി ഉസ്താദ് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. തീർത്തും നീ ശിഫയാക്കണേ അല്ലാഹ്. അതുപോലെ പാറക്കടവ് അബ്ദുള്ള കുട്ടി ഐസിയുവിലാണ്. അവരുടെ രോഗം തീർത്തും നീ ശിഫയാക്കണേ അല്ലാഹ്, ശിഫയാക്കണേ അല്ലാഹ്. ഈ വിനീതനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ 3-4 മരണങ്ങൾ ഈ 2 ദിവസത്തിനുള്ളിൽ നിരത്തുണർത്തിയ പോലെ ആ മഅദിൻ നട്ടു വളർത്തുന്നതില് സദാസമയത്തും സർവസ്വം സമർപ്പിച്ച കുടുംബമാണ് കുഞ്ഞാപ്പു ഹാജി. അവരുടെ 6 മക്കളും